ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനിൽ കഴിഞ്ഞ ദിവസം കരയുദ്ധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രായേൽ അതിർത്തി കടന്ന് അടി തുടങ്ങിയെന്നുള്ള വാർത്ത പുറത്തുവരികയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ എംബസി. ഗാസ മുനമ്പിലെ കൂട്ടക്കുരുതിക്ക് ആഘാതം മാറുന്നതിന് മുൻപ് ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെന്നുള്ളതിൻ്റെ സൈറനുകളാണ് ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. സമനില തെറ്റിയ ഇസ്രായേൽ ലെബനൻ പിടിച്ചെടുക്കാനുള്ള ആരംഭഘട്ടത്തിലാണ്. ജീവൻ വേണ്ടവരോടെല്ലാം രക്ഷപ്പെടാൻ അറിയിച്ചു കഴിഞ്ഞു. ദക്ഷിണ ലെബനിലെ കൂട്ടക്കുരുതിക്ക് പിന്നാലെ ഉത്തരഭാഗത്തുകൂടി വ്യോമാക്രമണം വ്യാപിച്ചത് ഇസ്രായേൽ കരയുദ്ധത്തിന് തുടക്കമിട്ടതായാണ് പറയുന്നത്. കരയുദ്ധത്തിന്റെ സാധ്യത പരിശോധിക്കാൻ പ്രതിരോധ മന്ത്രി യോആവ് ഗാലന്റ് സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നതായിരുന്നു. പിന്നാലെയാണ് യുദ്ധ ടാങ്കുകളും ആയുധങ്ങളുമായി സൈനികർ എത്തിയത്. ഇനി ഇസ്രായേലിനെ തടുക്കാനായി ആർക്കും സാധിക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഏതു നിമിഷവും ലെബനിലേക്ക് കരവഴി കടക്കാൻ ഒരുങ്ങിയിരിക്കണമെന്ന് ഇന്നലെയാണ് ഇസ്രായേൽ സേനാ മേധാവി ഹെർസി ഹവേലി സൈനികർക്ക് നിർദ്ദേശം നൽകിയത്. വടക്കൻ അതിർത്തിയിലേക്ക് കരുതൽ സേനയിലെ 2 ബ്രിഗേഡുകൾ പുതുതായി വിന്യസിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഇന്ന് വെളുപ്പിനോടെ ആക്രമണം ആരംഭിച്ചതെന്നാണ് പറയുന്നത്. ഇന്ത്യക്കാർ ലെബനിലേക്ക് യാത്ര ചെയ്യരുതെന്നും ലെബനിലുള്ള ഇന്ത്യൻ പൗരന്മാർ രാജ്യം വിടണമെന്നും ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൗരന്മാർ ലെബനിലേക്ക് യാത്ര ചെയ്യരുത്. ലെബനിലുള്ളവർ രാജ്യം വിടണമെന്നും ഏതെങ്കിലും കാരണത്താൽ ലെബനിൽ തുടരുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും ബൈറൂട്ടിലെ ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. ലെബനിൽ തുടരുന്നവർ യാത്ര നിയന്ത്രിക്കാനും ബൈറൂട്ടിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും നിർദ്ദേശമുണ്ട്. ലെബനിൽ പുതിയ യുദ്ധമുഖം തുറന്നതിൻ്റെ 3-ാം ദിനമായ ബുധനാഴ്ച പുലർച്ചെ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ അയച്ചിരുന്നു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്തേക്ക് ഖാത്തർ 1 ബാലിസ്റ്റിക് മിസൈലാണ് അയച്ചത്. ടെൽ അവീവിലേക്ക് ആദ്യമായി ഹിസ്ബുള്ളയുടെ റോക്കറ്റ് എത്തിയതായും വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അത് തകർത്തതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നാലെ ലെബനന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 51 പേർ കൊല്ലപ്പെട്ടു, 220 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ 60 രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 280 താവളങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിന്റെ ടെൽ അവീവിലേക്ക് ഹിസ്ബുള്ള മിസൈലുകൾ തൊടുത്തുവിട്ടിട്ടുണ്ട്.